എടോ, തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താന്ന് ഈ അമ്പിയക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. തന്റെ വേലയൊക്കെ തന്റെ കൈ തന്നെ ഇരിക്കട്ടെ. തന്നെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ, വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. അതുകൊണ്ട് ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ. ഇവിടെ ഇന്ന് നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ പ്രതാപന്റെ കയ്യിൽ നിന്നും അവൻ ഉടവാള് വാങ്ങാൻ പോകുന്നില്ല. ഈ ചടങ്ങ് അംബിക മുടക്കൂന്ന് മാത്രമല്ല, രാജുവും ഋതികയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ ഇവിടെ വച്ച് ഈ കാവിൽ വെച്ച് തെളിയിക്കും. മാഡം, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. രാജുവിന് സ്വത്തുക്കളോ സ്വർണമോ പണമോ ഒന്നും വേണ്ട. ഋതിക മാഡത്തെ അവൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. സ്വത്തുക്കളുടെ കാര്യങ്ങളൊക്കെ ഞാൻ രാജുവിനോട് സംസാരിക്കാം. നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോ. വർമ്മ സാറ് അങ്ങനെയൊന്നും ചിന്തിച്ചു പോലും കാണില്ല. വർമ്മ സാറ് അംബിക മാഡത്തിന് സ്വത്തുക്കളോട് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞാൽ വർമ്മ സാറ് അംബിക മാഡത്തിന് എഴുതി തരില്ലേ? വർമ്മ സാറിന്റെ സ്വഭാവം അംബിക മാഡത്തിന് അറിയാവുന്നതല്ലേ? താനേ എന്റെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടണ്ട. ഞങ്ങളുടെ കുടുംബ സ്വത്ത് എന്ത് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. താൻ ആദ്യമേ എന്റെ അനിയന്റെ മകളെ കണ്ട് മനസ്സിൽ കെട്ടിയ മനക്കോട്ടയില്ലേ, അതങ്ങ് മറന്നേക്ക്. അതിനി നടക്കാൻ പോകുന്നില്ല. അംബിക മാഡം, താൻ പോടും. എന്താ രമ്യ നീ പറയുന്നേ? നമ്മൾ എന്തിനാ അവരുടെ കുടുംബക്ഷേത്രത്തിലെ കാവിലേക്ക് പോകുന്നത്? നീ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി അടങ്ങുമെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണോ? അയ്യോ അമ്മേ, രാജുവിന് എന്തിനാണ് ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? അതിനാണ് ഞാൻ അമ്മയോട് എന്റെ ഒപ്പം വരാൻ പറയുന്നേ. എന്തൊക്കെ ഭ്രാന്താടി നീ പറയുന്നേ? ഭ്രാന്തല്ലമ്മേ, സത്യമാണ്. അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ രാജു ശരിക്കും ഋതികയെ താലി കെട്ടിയിട്ടില്ലെന്ന്. അതെ. ഇപ്പൊ അമ്മ എന്റെ കൂടെ കാവിലേക്ക് വന്ന അമ്മയ്ക്ക് ഞാൻ പറഞ്ഞൊക്കെ സത്യമായിരുന്നു എന്ന് മനസ്സിലാവും. രാജു ഋതികയും ചേർന്ന് നടത്തിയ നാടകങ്ങളൊക്കെ നുണയായിരുന്നു എന്ന് ഇന്ന് കാവില് വെച്ച് അംബിക മേഡം തെളിയിക്കാൻ പോവുക. സത്യം പറയടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അവിടെ വിളിച്ചോണ്ട് പോയി വേറെ എന്തെങ്കിലും കുരുക്കിൽപ്പെടുത്താനാണോ നിന്റെ പ്ലാൻ? അല്ല അമ്മേ, മന്ത്രിയുടെ മകളെ രാജു വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രാധമ്മയും വേണുവെങ്കിലും അവര് രണ്ടുപേരുവേ അമ്മയുടെ മുമ്പിൽ ഒരുപാട് ഷൈൻ ചെയ്തതല്ലേ? അതെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവര് രണ്ടാളും നാണം കെടുന്നത് അമ്മയ്ക്ക് കാണണോ വേണ്ടയോ? അങ്ങനെ ചോദിച്ചാൽ വേണം. അങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലേ അമ്മ വാ. രാജുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും ഞാൻ അവന് വേണ്ടി കാത്തിരുന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. വേണുവെങ്കിളിന്റെ രാധമ്മയുടെ അഹങ്കാരം ഉരുകി ഇല്ലാതാവുന്ന കാഴ്ചയും കണ്ട് അമ്മയ്ക്ക് സന്തോഷായി തിരിച്ചു വരാം. നോക്കി നിൽക്കാതെ പോയി ഒരുങ്ങമ്മേ. വേഗം ഒരുങ്ങി വാ. ശരി, ഞാനിപ്പോ വരാം. ഒരു 10 മിനിറ്റ്. എന്തിനമ്മേ ഇത്രയധികം പ്രസാദം നെറ്റി തൊടുന്ന്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദേവിയുടെ പ്രസാദ. തൊടിക്ക് നന്നായി തൊടിച്ചു നിർത്ത്. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകാൻ പോവല്ലേ? സത്യങ്ങളൊക്കെ അമ്മാവൻ അറിഞ്ഞു കഴിയുമ്പോ ആ ഉടവാളിന്റെ പിടികൊണ്ട് നിനക്ക് നല്ല അടി കിട്ടണ്ടേ രാജു?
മതിയമ്മേ. അച്ഛ, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല മോനെ. എന്തോ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന ആളല്ലല്ലോ വേണുവേട്ടൻ. അതും ഇങ്ങനൊരു നല്ല ദിവസമായിട്ട്. ഇവിടെ നടക്കാൻ പോകുന്ന എന്തെങ്കിലും പൂജയുടെ കാര്യത്തില് അച്ഛൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കാണും. അവര് പറ്റില്ലെന്നും പറഞ്ഞു കാണും. അല്ലാതെന്താ? ചുമ്മാ തിരിയടി, എരുതിയിൽ എണ്ണ ഒഴിക്കാതെ. അച്ഛ, അംബികമ്മയുടെ എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല മോനെ, എനിക്കൊരു ചെറിയ തലവേദന. ഞാനെന്തെങ്കിലും ടാബ്ലറ്റ് കിട്ടുന്നറിയാൻ അപ്പുറം വരെ ഒന്ന് പോയി നോക്കിയതാ. ഈ ഭാഗത്ത് അങ്ങനെ കടകളോ മെഡിക്കൽ സ്റ്റോറോ ഒന്നും ഇല്ല എന്നുള്ളത് അച്ഛൻ അറിയാവുന്നല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ടാബ്ലറ്റ് മേടിച്ചോണ്ടിരാം. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയ ഒരു ഷോപ്പുണ്ട്. ഏയ് അതിന്റെ ആവശ്യമില്ല മോനെ. ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിച്ചപ്പോ പകുതി വേദന അങ്ങോട്ട് മാറി. ഇപ്പൊ ഞാൻ ഓക്കെ. കാവിലെ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രോത്സവത്തിന്റെ തീയതിയും ഉത്സവത്തിന്റെ ചടങ്ങുകളെയും കുറിച്ച് ചർച്ച ചെയ്യാം. ശരി, ക്ഷേത്ര ഭാരവാഹി എന്തു പറയുന്നു? വർമ്മ സാറിന്റെ തീരുമാനം പോലെ ഇത്തവണ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. എന്താ പറഞ്ഞോളൂ. അത് ഇത്തവണ ഉത്സവത്തിന് 11 ആനകളെ വേണമെന്നാ ആനപ്രേമികളായ ഭക്തരുടെ അഭിപ്രായം. പിന്നെ ഓരോ വർഷവും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കൂടി വരുന്നുമുണ്ട്. അതുകൊണ്ട് ഊട്ടുപുരയൊന്ന് വലുതാക്കി പുതുക്കി പണിയണം. അതിനെന്താ, എല്ലാം ഷെയറിനോട് സംസാരിച്ചാൽ മതി. ശരി ചേട്ടാ, ഇനി മുതൽ ഞാനല്ല, രാജു വേണം ഇതൊക്കെ നോക്കി നടത്താനും സംസാരിക്കാനും. നീ രാജുവായിട്ട് സംസാരിച്ചാൽ മതി, ഞാൻ അവനോട് സൂചിപ്പിക്കാം. ശരി ചേട്ടാ. വർമ്മ സാറേ, ഇനി സമയം വൈകാതെ ചടങ്ങിന്റെ ആദ്യഘട്ടമായ അഭിഷേകത്തിലേക്ക് നമുക്ക് കടക്കാം. അഭിഷേകോ? അതെ, കുഞ്ഞിനൊന്നും അറിയില്ലായിരിക്കും അല്ലേ? ഇവിടെ അവസാനമായി കാവിൽ നടന്ന ഉടവാൾ കൈമാറ്റം കോവിലകത്തെ വലിയ കാരണവന്മാർക്കും വർമ്മ സാറിനും ഇടയിലായിരുന്നു. അന്ന് മോൻ കുഞ്ഞായിരുന്നു. അഭിഷേകം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉടവാൾ കൈവാങ്ങേണ്ട പുതിയ അവകാശിയെ ആദരിച്ചിരുത്തി മഞ്ഞൾ വെള്ളം ധാരധാരയായി തലയിലൊഴിച്ച് ശരീരം ശുദ്ധമാക്കിയതിനു ശേഷം ദേഹത്ത് ചന്ദനം പുരട്ടി ശുദ്ധമായ പശുവും പാലിൽ ആ ശരീരം വെള്ളത്തിൽ നീരാടി അവകാശി നീരൊഴുക്കിൽ കലശവുമായി നിമഞ്ജനം ചെയ്ത് തിരികെ വന്ന് ദേവിയുടെ മുന്നിൽ കലശം സമർപ്പിച്ച ശേഷമാണ് ഉടവാൾ കൈമാറേണ്ടത്. അതാണ് നമ്മുടെ ആചാരം. ഓർമ്മ സാറേ, രാജുവിനെ വിളിച്ചോളൂ. ശരിയാ, ചെല്ല. ശരി ചേട്ടാ. രാജു, ചേട്ടൻ വിളിക്കുന്നു, അവിടേക്ക് വരാൻ. എന്താ ചേട്ടൻ സാറേ, എന്താ കാര്യം? അത് രാജു, ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ട്. ക്ഷേത്രത്തിലെ കലശം നിമഞ്ജനം ചെയ്യേണ്ട ചടങ്ങ്. ആ ചടങ്ങ് രാജു ചെയ്യണമെന്നാ ചേട്ടൻ പറയുന്നത്. ഞാനോ? അതെ, പോറ്റിയും പറഞ്ഞത് രാജു തന്നെ ചെയ്യേണ്ടതെന്ന്. അതെങ്ങനെ ശേഖരൻ സാറേ ശരിയാവുന്ന? രാജു, ശരിക്കും അത് ചെയ്യേണ്ടത് ദീപക്ക. അവന്റെ മനസ്സിലിരിപ്പ് രാജുവിന് അറിയാലോ. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാൽ കുടുംബത്തിന് ഐശ്വര്യക്കേടാ. രാജു ദയവ് ചെയ്ത് എതിരൊന്നും പറയാതെ ആ ചടങ്ങൊന്ന് ചെയ്യണം. മോനെ, നീ എന്താ നിന്ന് ആലോചിക്കുന്നത്? വർമ്മ സാറിന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയല്ലേ? ചെല്ല്, എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തു കൊടുക്ക്. അച്ഛാ, ആ ചെല്ലടാ. ശരി. ബാലജു, ശേഖര, എല്ലാവരോടും വരാൻ പറയേ. ശരി ചേട്ടാ. ചെല്ല. രാജു വാ. വേണോട്ടാ, മുഹൂർത്തമായി. എല്ലാരും വാ. വാ മോളെ. വാ വാ വാ. രാജു,
ഷർട്ട് അഴിക്കുക. രാജു ഷർട്ടൊന്ന് അഴിക്കണം. ഷർട്ടോ? അതെ. രാജുവിനെ ഈ പീഠത്തിലേക്ക് ഇരുത്തിക്കൊള്ളൂ. രാജു ഇരിക്കുക. രാജു അല്ല ചെല്ല് ചെല്ല് രാജു. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇനി കണ്ണു തുറന്നോളൂ. എഴുന്നേറ്റുള്ളൂ. വായിക്കൊള്ളൂ. കലശം നീരൊഴുക്കിലെ നിമഞ്ജനം ചെയ്ത് തിരിച്ചു വരുന്നതുവരെ ആരോടും സംസാരിക്കാൻ പാടില്ല. ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കണം. നീരൊഴുക്കില് 3 തവണ കലശവുമായി മുങ്ങിയെണീറ്റ് ചെയ്ത പാപങ്ങൾക്കെല്ലാം പഞ്ചഭൂതങ്ങളോട് മാപ്പ് പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ കലശം ഇവിടെ എത്തിക്കണം. പിന്നെ ശേഖരൻ കൂടെ ഉണ്ടാവണം. ശരി തിരുമേനി. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. രാജു കലശവുമായി നിമഞ്ജനം ചെയ്ത് തിരിച്ചു വരുന്നതുവരെ കുടുംബത്തിന്റെ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. കലശമായിട്ട് തിരിച്ചു വരുമ്പോ അച്ഛൻ ഉടവാള് സ്വീകരിക്കാൻ പറയും. രാജു ഉടവാള് അച്ഛന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കൂ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല.
നിൽക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വെറുതെ കുറെ കാശും കൊടുത്ത് ആ കാടനെയും പിള്ളേരെ ഇറക്കിയിരിക്കുന്ന എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മയാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ള അനുവാദം തരുന്നില്ല. നീ ഇങ്ങനെ എടുത്തു ചാടി സംസാരിച്ച് സമയം കളയാതെ വേഗം അവനെ വിളിക്ക്. എടാ, കാടനെ വിളിച്ച് പുഴക്കരയിലിട്ട് രാജുവിനെ തീർക്കാൻ പറ. ഹൂ. അമ്മയുടെ ഈ ഒരു വാക്ക് കേൾക്കാനല്ലേ ഞാൻ ഇത്രയും നേരം കാത്തിരുന്നേ. ഇതൊരു കാവിന്റെ പരിസരത്ത് നിന്ന് പുകവലിക്കുന്ന. ആ ദീപക് സാറേ, ഇയാള് ദീപകിനോടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഈ കാടിന്റെ ഭാഗത്ത് തന്നെ ഉണ്ട്. പുഴക്കരയിലേക്കോ? അവിടെ രാജുവിനെ എത്തിക്കോ? ഇയാൾ എന്താ പറയുന്നത്? എങ്കിൽ ശരി, നമ്മുടെ പിള്ളേരവിടെ കാണും. അവന്മാർ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളും. സാറ് ധൈര്യമായിട്ടിരിക്കേ. ജോസല്ലേ പറയുന്നത്? ശരി സാറേ, അവന്മാരെന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളും. ഇയാൾ എന്താ പറയുന്നത്? രാജുനെ കൊല്ലാൻ പോകുന്നോ? പുഴക്കരയിലേക്ക് വാടാ. ഇവിടെ ആരും ഉണ്ടെന്നാ തോന്നേ. ഈശ്വര, മുടക്കങ്ങളൊന്നുമില്ലാതെ ഈ ഉത്സവം ചടങ്ങൊക്കെ നടക്കണേ. അംബികാമാടവും മകനും മുടക്കാൻ നോക്കുന്ന ഈ ഉടവാൾ കൈമാറ്റ ചടങ്ങ് ഭംഗിയായി നടക്കാൻ കനിവ് വേണം. അറിയാലോ, സ്വത്തുക്കൾക്ക് വേണ്ടിയല്ല, പ്രതികാമാടത്തിന്റെ അമ്മയുടെ ആഗ്രഹം അതാണ്. എൻ്റെ മകൻ്റെ ഒപ്പം മാത്രമായിരിക്കും പാവ പ്രതികാമാടത്തിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കുള്ളൂ. എന്താ നീ എന്തിനാ ബേളം വയ്ക്കുന്നേ? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അവിടെ എന്താ? എന്താടാ ഇവളെന്താ നമ്മുടെ പ്ലാൻ വല്ലതും അറിഞ്ഞോ? അങ്ങനെ വരാൻ വഴിയില്ലമ്മേ. എന്താ മോളെ, എന്ത് പറ്റി? നീ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? രാജുന് എന്താ? അവിടെ ഒരാള് വാടക കൊണ്ടാണെന്ന് തോന്നുന്നു. രാജുനെ കൊല്ലുമെന്ന് പറയുന്ന കേട്ടു. വേണുട്ടാ, കൃതികമോള് പറയുന്ന കേട്ടില്ലേ? രാജുവിനെ കൊല്ലുന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ അച്ഛൻ, രാജുവിനെ അവിടെ പുഴയിൽ വെച്ച് കൊല്ലണമെന്ന് അയാൾ ആരോട് പറയുന്നത് ഞാൻ കേട്ടു. ഉറപ്പാണോ? നീ അങ്ങനെ തന്നെയാണോ കേട്ടത്? അതെ അച്ഛൻ. വർമ്മ സാറേ, പ്രതികാ മാഡം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നണേ. വർമ്മ സാറിന്റെ ശത്രുക്കൾ ആരെങ്കിലും എന്റെ മകന്... അയ്യോ, ഞങ്ങളുടെ മോൻ. അച്ഛനൊന്ന് പോയി നോക്കച്ച.
അവരവനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഒന്ന് പോയി നോക്കച്ച. അച്ഛ, ഞാൻ പോലീസിനെ വിളിക്കട്ടെ? ഏയ് വേണ്ട, പോലീസിനെ വിളിക്കേണ്ട കാര്യമില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ എനിക്കറിയാം. ഉടവാള് കയ്യിലേക്ക് വാങ്ങേണ്ട ആളിനല്ലേ ഹിംസ നിഷിദ്ധമുള്ളൂ. കൊടുക്കേണ്ട ആൾക്ക് ആവാലോ. തെറ്റില്ല വർമ്മ സാറേ. ദുഷ്ടന്മാരുടെ രക്തം ഇവിടെ ഈ മണ്ണില് ദേവിയുടെ കാൽക്കൽ വീണമെന്ന് ദേവി ആഗ്രഹിക്കുന്നു. ആദിപരാശക്തിയായ ദേവി ഉഗ്രസ്വരൂപിണിയായി വിലസുന്ന ഈ കാവില് മനസ്സില് കള്ളവും കാപട്യവും കൊണ്ട് വിഷം മുറ്റിയ ദാരികന്മാർ ദേവിയുടെ ഉത്സവത്തിന് കളങ്കം വരുത്താൻ ശ്രമിച്ചാൽ അതിനെതിരെ വർമ്മ സാർ ആയുധമെടുത്താൽ അതിൽ തെറ്റില്ല.